പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട് അതിശക്തമായ നിലപാടെടുത്ത രാജ്യമാണ് ഖത്തർ. ഖത്തർ അതിശക്തമായ രീതിയിൽ അതിനെതിരെ രംഗത്ത് വരികയും അവരുടെ പ്രതിഷേധം എല്ലാ രീതിയിലും അവർ സംഘപരിവാറിനെയും കേന്ദ്ര സർക്കാരിനെയും ഇന്ത്യൻ ഗവൺമെന്റിനെയും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തിരുന്നു. അതുകൂടാതെ ഖത്തർ എയർവേസ് ആണെങ്കിൽ അതിശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നമ്മുടെ രാജ്യത്തുണ്ടായി. സംഘപരിവാർ സംഘടനയുമായി ബന്ധമുള്ളവരും തീവ്ര ഹിന്ദുത്വവാദികളുമായിട്ടുള്ള ചില ആളുകൾ, ഒരു സുദർശൻ ടിവിന്റെ അവതാരകൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഖത്തറിനോട് യുദ്ധം ചെയ്യാനടക്കം പോകണം എന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. അതുകൂടാതെ മറ്റു ചില സംഘപരിവാർ സംഘടനകളിലെ ആളുകൾ പറഞ്ഞത് ഖത്തർ എയർവേസിനെ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. ഖത്തർ എയർവേസിനെ ബഹിഷ്കരിക്കുക, ഖത്തർ എയർവേസിൽ ഒരാൾ പോലും പോകാൻ വേണ്ടിയിട്ട് പാടില്ല, നമ്മൾ ആരാണ് എന്നുള്ളത് ഖത്തർ എയർവേസിന് കാണിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു ഈ സംഘിക്കുട്ടന്മാര് വിളിച്ചുകൂവി പറഞ്ഞിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവർ ഇവരുടെ ഒരു തീരുമാനമുണ്ടല്ലോ, ഉപേക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരു ക്യാമ്പയിൻ ഇവർ സ്റ്റാർട്ട് ചെയ്തു. ആരും ഇനി ഖത്തർ എയർവേസിൽ പോകാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന്. അപ്പോൾ ഖത്തർ എയർവേസ് അതിനൊരു മറുപടി നൽകിയതാണ് ഏറ്റവും കൂടുതൽ അധികം ചർച്ച ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നാഗ്പൂരിൽ നിന്ന് വിമാനത്തിലൂടെ പറന്ന് ലോകം കാണൂ എന്നുള്ള തലക്കെട്ടോട് കൂടിയിട്ടായിരുന്നു അവരുടെ പരസ്യം അന്ന് അവർ പ്രദർശിപ്പിച്ചത്, ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചത്. അതൊരു വലിയ മറുപടിയായി മാറിയിരുന്നു. ഇങ്ങനെ ഒരു ബഹിഷ്കരണ ആഹ്വാനം, ഇങ്ങനെ ഒരു ഉപേക്ഷിക്കൽ ആഹ്വാനം സംഘപരിവാർ സംഘടനകളും തീവ്ര ഹിന്ദുത്വവാദികളും നടത്തിയപ്പോൾ ഖത്തർ എയർവേസിന് എന്താണ് സംഭവിച്ചത്? ഖത്തർ എയർവേസ് വീണുപോയോ, അല്ല എങ്കിൽ അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ആ ഒരു വാർത്ത ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. 25 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വാർഷിക ലാഭം നേടി ഖത്തർ എയർവേസ്. 25ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച 2021-2022 വാർഷിക റിപ്പോർട്ടിൽ 200% മുകളിൽ ഉയർന്ന ലാഭം നേടിയതായാണ് അവകാശവാദം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 218% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഖത്തർ എയർവേസ് കാർഗോ ലോകത്തിലെ തന്നെ കാർഗോയിൽ മുൻനിരയിൽ ഒന്നാണ്. ഇതിന്റെ വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ 25% വളർച്ച കൈവരിച്ചു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഖത്തർ എയർവേസ് ശൃംഖലയുടെ വളർച്ചയും വിപണി വിഹിതത്തിലെ വർധനയും യൂണിറ്റ് വരുമാനവും തുടർച്ചയായ 2ാം സാമ്പത്തിക വർഷവും വർദ്ധിക്കുകയാണ് ചെയ്തത്. ഖത്തർ എയർവേസ് 18.5 ദശലക്ഷം യാത്രക്കാരെയാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത്. നോക്കുക, സംഘപരിവാര് വ്യാപകമായിട്ട് ക്യാമ്പയിൻ നടത്തുന്നു, വ്യാപകമായിട്ട് ബഹിഷ്കരണ ആഹ്വാനം നടത്തുന്നു. പക്ഷെ ഈ ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കൊക്കെ ലോക ജനത പുല്ലുവില കൽപ്പിച്ച് ഖത്തർ എയർവേസിനെ ആശ്രയിക്കുന്നു. ഖത്തർ എയർവേസിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. നേരത്തെ മറ്റു പല വിമാനങ്ങളെയും ആശ്രയിച്ചിരുന്ന ആളുകളടക്കം സംഘപരിവാർ വിമർശിച്ചതിന്റെ പേരിൽ ഖത്തർ എയർവേസിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ കേവലം അവർക്ക് വലിയ രീതിയിലുള്ള ഒരു നേട്ടം, ഒരുപക്ഷെ വിഷയം നടന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും ആ വിഷയത്തിന്റെ പേരിൽ അവർക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ സംഘപരിവാർ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില വിവിധ ജില്ലകളിൽ മാത്രം അവർ നടത്തുന്ന ചില വേട്ടയാടലുകൾ, ആ വേട്ടയാടലുകളാണ് രാഷ്ട്രീയമെന്നും അതാണ് ഇനി ഈ ലോകത്ത് നടക്കേണ്ട തീരുമാനം എന്നുള്ളതടക്കം ചിന്തിക്കുന്ന നിങ്ങളുടെ ചിന്താരീതികൾ കേൾക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന് തന്നെയാണ് ഖത്തർ എയർവേസിന്റെ ഈ വാർഷിക റിപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് സംഘപരിവാറിനോട് പറയുന്നത്, നിങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അതിനെ ആശ്രയിക്കും. കാരണം അതിൽ സത്യമുണ്ട്, അവർ സത്യത്തോടൊപ്പം നിൽക്കുന്നവരാണ്, അവർ നന്മയുടെ പക്ഷത്താണ് എന്നുള്ള തോന്നൽ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കും. ആ തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കതൊരു വലിയൊരു വിജയമായിട്ട് മാറും. നിങ്ങൾ ആരെയാണോ എതിർപക്ഷത്ത് നിർത്തുന്നത് അവർ വിജയിക്കുകയല്ലാതെ അവരാരും തോൽക്കുകയില്ല. ചിലപ്പോൾ കുറച്ച് സമയം, കുറച്ച് ദിവസങ്ങൾ, മാസങ്ങൾ അവർ ചില പ്രതിസന്ധികളിൽ ഏർപ്പെട്ടേക്കാം. പക്ഷേ പിന്നീടുള്ള കാലങ്ങളിലൊക്കെ അവർക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം നിങ്ങൾ വംശീയതയുടെ പേരിൽ, വർഗീയതയുടെ പേരിൽ, തീവ്ര രാഷ്ട്രീയത്തിന്റെ പേരിൽ സാധാരണക്കാരായ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ വേട്ടയാടുന്ന വിവരങ്ങളൊക്കെ ലോകം അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളൊക്കെ ഈ രാജ്യത്ത് ചെയ്തു കൂട്ടിയ കോപ്രായങ്ങളുടെയും ക്രൂരതയുടെയും കഥകളൊക്കെ ഇന്ന് ഇന്ത്യ രാജ്യം മാത്രമല്ല ചർച്ച ചെയ്യുന്നത്, ലോകത്തെ മുഴുവൻ രാഷ്ട്രങ്ങളും ചർച്ച ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് അപകടം പിടിച്ച പണി തന്നെയാണ്. എന്തായാലും
ഖത്തർ എയർവേസിന്റെ ലാഭം 200% കൂടുതൽ പോയി എന്നറിയുമ്പോൾ സംഘികളാകെ നെഞ്ച് പൊട്ടിക്കരയുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക്.